ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനി. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ബിസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വെറും 10 മിനിറ്റ് കൊണ്ട് ആട്ട ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും ചെയ്തേക്കണേ. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് ആട്ട, ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആട്ട, 1/2 കപ്പ് പഞ്ചസാര, ഷുഗർ, 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, 3-4 അണ്ടിപ്പരിപ്പ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ വളരെ ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇന്ന് ഞാനിതിവിടെ ഉപയോഗിക്കുന്നില്ല. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പഞ്ചസാര ഇട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. 1/4 കപ്പ് റവ, 2 ടേബിൾ സ്പൂൺ തേങ്ങയുടെ പൊടി, ആവശ്യത്തിന് വെള്ളം. ഒരു ബൗളിനകത്തോട്ട് നമുക്ക് ഈ ആട്ട ഇടാം. എന്നിട്ട് ഈ റവ ഒരുപാട് തരിയുള്ളതാണെങ്കിൽ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇത് ഉപയോഗിക്കണം. എന്നിട്ട് ഈ തേങ്ങയുടെ പൊടി ഇതിനകത്തിടുക. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെജിറ്റബിൾ ഓയിൽ കുറേശ്ശെ ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്യണം. ബാക്കിയുള്ള ഓയിലും കൂടെ ഇതിനകത്തോട്ട്. ഒരുപാട് എണ്ണ, ഈ പറഞ്ഞ അളവിലുള്ള എണ്ണ മാത്രമേ ഇതിനകത്ത് ഉപയോഗിക്കാവൂ. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇത് നമ്മൾ എണ്ണ ഉപയോഗിച്ച് ഇത് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ പിടിച്ച് നോക്കില്ല, ഇങ്ങനെ ഇതുപോലെ ആയി വരണം. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു ബൗൾ നമ്മൾ എടുത്തിട്ട് ഈ പഞ്ചസാര അതിനകത്തോട്ടിട്ട്, ഈ പഞ്ചസാര എത്ര പഞ്ചസാര എടുത്തോ അതിൻ്റെ പകുതി ആണ് വെള്ളം ഉപയോഗിക്കേണ്ടുന്നത്. അതൊരു സ്പൂണ് കൊണ്ടൊന്ന് കറക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് കുറേശ്ശെ ചേർത്ത് പഞ്ചസാരയും ഇതും കൂടെ ചേർത്താണ് കുഴയ്ക്കേണ്ടുന്നത്. ബാക്കിയുള്ള പഞ്ചസാരയും വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഇതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇതിന് നമ്മുടെ കിച്ചൺ ടോപ്പ് നല്ലവണ്ണം വൃത്തിയാക്കിയതിന് ശേഷം, നല്ല ക്ലീനായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ 2 ഭാഗമായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. ഒരു ഭാഗം മാറ്റി വെച്ച് ഒരു ഭാഗം ഇതുപോലെ റോൾ ഉണ്ടാക്കിയിട്ട് നമുക്കത് പരത്തിയെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ അരിവ് നമുക്ക് ക്ലീനായിട്ട് വെട്ടി അത് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം. നൈഫ് ഉപയോഗിച്ച് തന്നെ നമുക്കിതിനെ ഷേപ്പ് കൊടുക്കാം. ഇതിനെ 4ആയിട്ട് വീണ്ടും നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇതിനെ വെട്ടിയെടുക്കാവുന്നതാണ്. ഇതിനെ ഓരോ 4 ഭാഗത്തിനെ നമുക്ക് വേണ്ടുന്ന ഷേപ്പ് കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതിന് ഞാൻ ഈ നൈഫ് കൊണ്ട് തന്നെ ഇതിന് ചെറിയ ഒരു 1/2 ഭാഗത്തോളം ഇങ്ങനെ ഡിസൈൻ കൊടുക്കുകയാണ്. ഇതുപോലെ ബാക്കി വരുന്ന ആട്ടയും നമുക്ക് ഇതുപോലെ ബാക്കി വന്നതും എല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ എടുത്ത് വെക്കുക. ഒരു പാൻ ഗ്യാസിൽ വെച്ച് കത്തിച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. ചൂടായതിന് ശേഷം നല്ലോണം ഗ്യാസ് കുറച്ച് വെച്ചിട്ട് നമുക്കിതിൽ ഓരോന്നെടുത്ത് അതിനകത്തിട്ട് ഇതിന് പല ഷേപ്പുകളും കൊടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇച്ചിരി ദൂരെ ഇട്ട് വേണം കൊടുക്കുക. ഇതിൻ്റെ തിക്നെസ്സിന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത്രയും കട്ടിയിൽ വേണം ഉണ്ടാക്കാൻ.
3 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ 3 മിനിറ്റ് വരെ വളരെ സ്ലോയിലാണ് ഇതിരുന്നത്. ഇനി നമുക്കൊരു മീഡിയം ടു ലോയിൽ നമുക്കിത് ഗ്യാസ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അരുവൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് വളരെ സാവകാശം. ഇനി നമുക്കത് തിരിച്ചിടാം. ഇതിൻ്റെ കളർ കണ്ടോ, വളരെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് തിരിച്ചിടാം. ഇത് തിരിച്ചിട്ടതിന് ശേഷം ഇപ്പോൾ 4 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഇത് ഇപ്പം നല്ല രീതിയിൽ നല്ല കളറിലായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കോരിയെടുക്കാം. കോരിയെടുത്തൊരു ടിഷ്യൂ പേപ്പറിലോട്ട് കോരിയെടുത്ത് മാറ്റി വെക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള ആ പഞ്ചസാര നമ്മൾ മുഴുവനായിട്ട് ഇട്ടതിൻ്റെ ആ തരികൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതുപോലെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഇട്ട് വറുത്തെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കുന്ന നേരം കുറച്ച് നേരം ഇത് സോഫ്റ്റ് ആണെന്ന് തോന്നും, പക്ഷേ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇതിന് ശേഷം ഇതുപോലൊരു കണ്ടെയ്നറിനകത്ത് നമുക്ക് മാസങ്ങളോളം വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. കണ്ട, ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യണം.